തിരിച്ചു പ്രതികരിക്കില്ല എന്ന് തോന്നുന്ന പാവങ്ങളോട് ചെയ്യുന്ന ക്രൂരതകളെ ഹീറോയിസമായിട്ടാണ് സംഘികളും സംഘ നേതാക്കളും കാണുന്നതെങ്കിൽ മതേതരത്തിൽ വിശ്വസിക്കുന്ന, രാജ്യത്ത് നടക്കുന്നതെല്ലാം കണ്ണു തുറന്ന് കാണുന്നവരുടെ മുന്നിൽ നിങ്ങൾ സീറോയാണ്, എ ബിഗ് സീറോ എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. നിങ്ങൾക്ക് ഞങ്ങളുടെ വാർത്തകൾ ലഭിക്കുന്നില്ലേ? നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നില്ലേ? എന്നാൽ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടപ്പുറത്തുള്ള ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഓൾ എന്നുള്ള ഓപ്ഷൻ തിരഞ്ഞെടുക്കുക. അധികാരമുള്ളതുകൊണ്ട് എന്ത് ചെറ്റത്തരവും ചെയ്യാമെന്ന അഹന്തയുടെ അതിര് കടക്കുകയാണ് രാജ്യത്ത് സംഘികൾ. ഇന്ത്യ എന്ന ജനാധിപത്യ രാജ്യത്ത് ഏത് മതവിശ്വാസികൾക്കും അവരുടേതായ ചിട്ടയിൽ ജീവിക്കാനുള്ള അവകാശം ഒരു പൗരന് ഭരണഘടന നൽകുമ്പോൾ ഹിന്ദുത്വ രാഷ്ട്രം ഉണ്ടാക്കിയേ മതിയാവൂ എന്ന് തീരുമാനിച്ച് ന്യൂനപക്ഷമായ മുസ്ലിം മതവിശ്വാസികളെയും ദളിതരെയും തിരഞ്ഞുപിടിച്ച് കാരണങ്ങൾ ഉണ്ടാക്കി അടിച്ചു കൊല്ലുകയും അവരുടെ സമ്പാദ്യങ്ങൾ കവർന്നെടുക്കുകയും ചെയ്യുന്നതാണ് സംഘികളുടെ ഇപ്പോഴത്തെ പ്രധാന പരിപാടി. ഇന്ന് ആരെ മർദ്ദിക്കും എന്നാലോചിച്ചിറങ്ങിയ സംഘി കീടങ്ങൾക്ക് മുന്നിൽ പെട്ടത് ജീവിക്കാൻ വേണ്ടി വളവിറ്റ് അധ്വാനിക്കുന്ന തസ്ലിം എന്ന 25-കാരനായ മുസ്ലിം യുവാവാണ്. ഹിന്ദു ഭൂരിപക്ഷ പ്രദേശത്തെ ക്ഷേത്രത്തിന് സമീപം വളവിറ്റു എന്നതാണ് യുവാവിനെ മർദ്ദിക്കാനായി കണ്ടെത്തിയ കാരണം എന്നാണ് സാമൂഹ്യ മാധ്യമങ്ങളിൽ ആ യുവാവിനെ ക്രൂരമായി മർദ്ദിക്കുന്ന വീഡിയോ പങ്കുവെച്ചുകൊണ്ട് നിരവധി ആളുകളുടെ പ്രതികരണങ്ങളിൽ നിന്നും വ്യക്തമാകുന്നത്. മധ്യപ്രദേശിലെ ഇൻഡോറിലാണ് സംഭവം. യുവാവിനെ ക്രൂരമായി മർദ്ദിക്കുന്നതിന്റെ വീഡിയോ ദൃശ്യങ്ങൾ സാമൂഹിക മാധ്യമങ്ങളിൽ വ്യാപകമായി പ്രചരിക്കുന്നുണ്ട്. മുസ്ലിം വഴിയോര കച്ചവടക്കാരന്റെ തലയിൽ സംഘം ചേർന്ന് അടിക്കുന്നതും വിൽപ്പനയ്ക്ക് കൊണ്ടുവന്ന സാധനങ്ങൾ വാരി വലിച്ചെറിയുന്നതും വീഡിയോയിൽ വ്യക്തമായി കാണാം. ഹിന്ദു ഭൂരിപക്ഷ മേഖലയിൽ ക്ഷേത്രത്തിന് സമീപം എന്തിനാണ് എത്തിയത് എന്ന് ചോദിച്ചായിരുന്നു മർദ്ദനം. ബാഗിൽ കൊണ്ടുവന്ന സാധനങ്ങൾ അക്രമികൾ സംശയത്തോടെ പരിശോധിക്കുന്നുമുണ്ട്. വലിയ ആൾക്കൂട്ടത്തിന്റെ നടുവിൽ നിർത്തിയാണ് യുവാവിനെ മർദ്ദിക്കുന്നത്. മർദ്ദിക്കുക മാത്രമല്ല, യുവാവിന്റെ പോക്കറ്റിൽ നിന്നും മർദ്ദിക്കുന്നതിന്റെ ഇടയിൽ നിന്ന് പണം എടുക്കുന്നതും വ്യക്തമായി തന്നെ വീഡിയോയിൽ കാണാം. സംഭവത്തിൽ സ്വമേധയാ കേസെടുക്കാൻ കഴിയില്ല എന്നറിയിച്ച പോലീസ് പിന്നീട് നിരവധി ആളുകളുടെ പ്രതിഷേധങ്ങൾക്കൊടുവിൽ മതസൗഹാർദ്ദം തകർക്കൽ, കൊള്ള, കലാപമുണ്ടാക്കൽ തുടങ്ങി നിരവധി കുറ്റങ്ങൾ ചുമത്തി അക്രമികൾക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്യുകയായിരുന്നു. അക്രമി സംഘം മതവിദ്വേഷപരമായ പരാമർശങ്ങളും തസ്ലിമിനെതിരെ നടത്തുന്നതായി വീഡിയോയിൽ കാണാം. അതേസമയം തസ്ലിം സഹായത്തിന് വേണ്ടി കണ്ടുനിന്നവരോട് അപേക്ഷിച്ചെങ്കിലും ആരും പ്രശ്നത്തിൽ ഇടപെടുകയോ അക്രമി സംഘത്തെ തടയുകയോ ചെയ്തില്ല എന്ന് മാത്രമല്ല, കണ്ടുനിന്നവരിൽ നിന്നും കൂടുതൽ പേർ തസ്ലിമിനെ ആക്രമിക്കാൻ മുന്നോട്ട് വരികയും ചെയ്യുന്നുണ്ട്. തന്റെ പേര് ചോദിച്ച ശേഷമാണ് സംഘം അക്രമത്തിൽ ഏർപ്പെട്ടത് എന്നാണ് തസ്ലിം വ്യക്തമാക്കിയിരിക്കുന്നത്. അക്രമത്തിനിരയായ തസ്ലിം ഹിന്ദു പേരിലാണ് വളവിൽപ്പന നടത്തിയിരുന്നത് എന്നും 2 ആധാർ കാർഡുകൾ കൈവശമുണ്ടായിരുന്നു എന്നാണ് സംഭവത്തിൽ സംസ്ഥാന ആഭ്യന്തരമന്ത്രി നരോത്തം മിശ്രയുടെ പ്രതികരണം. വീഡിയോ വൈറലായതോടെ രാഷ്ട്രീയ നേതാക്കളും സംഭവത്തിൽ പ്രതികരണവുമായി രംഗത്തെത്തി. ഈ വീഡിയോ അഫ്ഗാനിസ്ഥാനിൽ നിന്നല്ല എന്നും ശിവരാജ് സിംഗ് ചൗഹാന്റെ മധ്യപ്രദേശിൽ നിന്നാണെന്നാണ് കോൺഗ്രസ് നേതാവ് ഇമ്രാൻ പ്രതാപ് ഗാർഹി ട്വിറ്ററിൽ കുറിച്ചത്. കൊള്ളയടിക്കപ്പെട്ട തുകയും നിയമസഹായവും യുവാവിന് നൽകുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. എല്ലാ മതവിഭാഗങ്ങളും പരസ്പരം സ്നേഹിച്ച് സഹായിച്ച് സഹകരിച്ച് ജീവിക്കുന്ന ഇന്ത്യയിൽ സംഘികൾ അധികാരത്തിലേറിയതിനു ശേഷം മനസമാധാനത്തോടെ ജീവിക്കാൻ കഴിയാത്ത അവസ്ഥയിലായിരിക്കുകയാണ്. തിരിച്ചു പ്രതികരിക്കില്ല എന്ന് തോന്നുന്ന പാവങ്ങളോട് ചെയ്യുന്ന ക്രൂരതകളെ ഹീറോയിസമായിട്ടാണ് സംഘികളും സംഘ നേതാക്കളും കാണുന്നതെങ്കിൽ മതേതരത്തിൽ വിശ്വസിക്കുന്ന, രാജ്യത്ത് നടക്കുന്നതെല്ലാം കണ്ണു തുറന്ന് കാണുന്നവരുടെ മുന്നിൽ നിങ്ങൾ സീറോയാണ്, എ ബിഗ് സീറോ എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. ഇപ്പോൾ നിങ്ങൾ ചെയ്യുന്ന ഓരോ നീച പ്രവർത്തികൾക്കും തിരിച്ചടി ഉറപ്പായും ലഭിച്ചിരിക്കും. ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള.